ഏയ് ഗൈസ്, ഇന്ന് നമ്മുടെ താറാവിൻ്റെ ഫാമൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുവാണ്. കാരണം എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങിയ സമയത്ത് 5 താറാവേ ഉള്ളൂ. നമ്മൾ പുറത്തുനിന്ന് 25 താറാവിനെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മുടെ താറാവ് നമ്മുടെ ഫാമിലോട്ട് വരുന്നതായിരിക്കും. ആയിട്ടുള്ള നമ്മുടെ ഗപ്പിയുടെ ഷെഡൊന്ന് ഒഴിച്ച് ഗപ്പിയൊക്കെ ഒന്ന് ഒഴിച്ച് മാറ്റിയിട്ട് നമ്മുടെ താറാവിനകത്ത് ആക്കുവാണ്. ആദ്യം തന്നെ നമുക്ക് ടാങ്കൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നീ കാണാം. ഗപ്പി ടാങ്കിൻ്റെ അകത്ത് മാക്സിമം ടാങ്കൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഒഴിവാക്കുന്നത് നമ്മുടെ ഗപ്പീസൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ തക്കാലത്തേക്ക് ഇങ്ങോട്ട് മാറ്റിയിടുവാണ്. ഷെഡ് മാക്സിമം ഒഴിച്ചിട്ടുണ്ട്. നീ 3 ബേസിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മാറ്റേണ്ടത്. നീ ഏണിയൊക്കെ ഒന്ന് മാറ്റി ഇതൊക്കെ ഒന്ന് കരിയിലേക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ട് കാണാം. അത് മാത്രമല്ല നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അവിടെ ഇത്ര ഗപ്പീസേ ഉള്ളൂ. എഫാറിൻ്റെ ഒരു ട്രേയും അതിനൊപ്പം ചില്ലി മൂസയും 2-3 ട്രേയും എഫാറിൻ്റെ ഒരു ബാച്ച് കുഞ്ഞുങ്ങളും. ഇനി ഉമ്മായി നീ വളർത്തുന്നില്ല, നീ ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് കൊടുക്കാനാണ് നമ്മൾ ഇരിക്കുന്നത് കേട്ടോ. കരിയിലേക്ക് തൂത്തുമായിട്ട് നമുക്ക് കാണാം. ഞാൻ ഒറ്റയ്ക്കുള്ള വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് നീ പണിയൊന്നും കാണാത്തത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഷെഡെല്ലാം നല്ല വൃത്തി കരിയിലേക്ക് മാക്സിമം കളയാൻ പറ്റുന്നുണ്ടോ. എന്നെ കൊണ്ട് കളയാൻ പറ്റുന്ന മാക്സിമം കളഞ്ഞു. പിന്നെ താറാവൊക്കെയല്ലേ, പിന്നെ മണ്ടേന് കുറേ കരിയിൽ പിന്നെയും വീഴുന്നുണ്ട് തന്നെ. അങ്ങനെ വെച്ചു. പിന്നെ മുളകിന് മൂടൊക്കെ ആയതുകൊണ്ട് കുറച്ച് കരിയില്ലാത്ത തണുപ്പിന് വേണ്ടി വെച്ച് ചൂടൊക്കെയല്ലേ. അതുകൊണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ഡോറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. ആ ചരിഞ്ഞ കമ്പൊക്കെ നമ്മൾ നൂത്ത് വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഡോറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി മുക്കാൽ ഭാഗം കഴിഞ്ഞ്. നീ അത് കഴിഞ്ഞ് നമ്മുടെ ഈ കൂടിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ കൂടെടുത്ത് സെറ്റ് ചെയ്യണം. നമ്മൾ ഹൈടെക് കൂടാണ് എടുക്കുന്നത് കേട്ടോ. കൂട്ട് ഡോറൊക്കെ തക്കാലത്തേക്ക് നമ്മൾ രാവിലെ ഇടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ച്. അങ്ങനെ നമ്മളിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നീ താറാവിനെ കൊണ്ടുവന്നിട്ട് കാണാം. വേണ്ടി നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളത്തിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. കാരണം കുറേ ലോങ് വരുന്നതുകൊണ്ട് തന്നെ മഞ്ഞപ്പൊടി വെള്ളം ആദ്യമേ കൊടുക്കണം. അതായത് എന്തോ കൊണ്ടുവന്നാലും നമ്മൾ അങ്ങനെ കൊടുക്കുന്നതാണ് കേട്ടോ. ഈ നമ്മൾ താറാവ് മൊത്തം കൊണ്ടുവന്ന കേട്ടോ. താറാവ് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് കേട്ടോ. നല്ല താറാവാണ്, നമുക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ അണ്ണനാണെങ്കിൽ നമ്മുടെ താറാവിനെ എല്ലാം കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരെ വീട്ടിലാണ് പോകുന്നത്. നീ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ. താറാവ് റോഡിൽ കൂടെ നടക്കുവാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ അണ്ണൻ കൊണ്ട് നടക്കണം. നമ്മൾ പട്ടയൊക്കെ ഓടിച്ചാണ് നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. വണ്ടിയെ കണ്ട് പേടിക്കുന്നില്ല. നേരെ നമ്മൾ വീട്ടിലാണ് നീ പോകുന്നത് കേട്ടോ. നീ വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ. വീട്ടിൽ നമ്മുടെ താറാവെല്ലാം കൊണ്ടുവന്നിട്ട് ഗൈസ്. അപ്പോൾ അമ്മയൊക്കെ നോക്കിയിട്ടിരിക്കുന്നത് നമ്മൾ എല്ലാ താറാവിനെ നോക്കി നീ 5 ഷെഡ്യോട്ട് പിടിച്ച് വേണം കേട്ടോ. ഞാനൊന്ന് കാണിച്ചേ. വേണ്ടേ, നല്ലൊരു കറുത്ത വെട അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ നമ്മുടെ ആവശ്യമുള്ള താറാവിനെ പിടിച്ചതിന് ശേഷം ബാക്കിയുള്ള താറാവിന് ഫുഡ് കൊടുക്കുകയാണ് കാഴ്ചയാണ്. അണ്ണാച്ചി കണ്ട ഇരിപ്പുണ്ട് കേട്ടോ. സേഫാക്കി ഇരിപ്പുണ്ട് കേട്ടോ. അത് മാത്രമല്ല നമ്മുടെ താറാവുകൾ കുളിക്കുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. എല്ലാവരും സേഫാക്കി ഇരിപ്പുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള താറാവ് അണ്ണാച്ചി പിടിച്ചു തന്നു കേട്ടോ. ബേസിന് അവന്മാർക്ക് വെള്ളം കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ കൊച്ചു ബേസിൻ എടുത്ത് ഇനി അവന്മാർക്ക് വെള്ളം കൊടുക്കണം, അല്ലെങ്കിൽ അവന്മാർ കിടക്കണം പെടും. വെള്ളം കൊടുത്താണ് നമ്മുടെ താറാവിനൊക്കെ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ താറാവിനകൾക്ക് വെള്ളമൊക്കെ വെച്ച് കൊടുത്തപ്പോൾ നൈസായിട്ട് തന്നെ കുടിക്കുന്നുണ്ട് കേട്ടോ. നമ്മളോണ്ട് താറാവിനെ കുറച്ചധികം അരി കൊടുക്കണം. ഒന്നും കൊടുത്തിട്ടില്ല എന്ന് രാവിലെ പറഞ്ഞ അണ്ണാച്ചി. അതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്ന് താറാവിനെ കുറച്ച് അരി ഇട്ട് കൊടുക്കുകയാണ്. താഴെ ഇട്ട് കൊടുക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പാത്രമൊക്കെ സെറ്റ് ചെയ്ത് പിന്നെയൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ അരിയൊക്കെ താറാവ് ഒന്ന് തരുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം പേടിച്ചിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ തിണങ്ങത്തുള്ളൂ കേട്ടോ. കൂടൊക്കെ നമുക്കൊന്ന് പുറത്തിറക്കണം. അതിന് നമ്മുടെ അണ്ണാച്ചി ഒന്ന് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂടൊന്ന് പുറത്തിറക്കി വൃത്തിയാക്കിയിട്ട് കാണാം. ഹൈടെക് കൂടാണ്, നല്ല കൂടാണ്. ഇനി എല്ലാ സാധനം ഒന്ന് മാറ്റിയിട്ടൊക്കെ വരാം കേട്ടോ. അങ്ങനെ നമ്മൾ ഈ അണ്ണാച്ചിക്ക് പൈസ മാറാൻ പോകണം കേട്ടോ. അങ്ങനെ നമുക്ക് മൊത്തത്തിൽ 6500 താറാവിന് വണ്ടിക്കൂലി എല്ലാം ഉൾപ്പെടെ ആയിട്ടുള്ളത് നമുക്ക് കൊടുക്കാൻ പോകണം കേട്ടോ. അതിനകത്ത് ഈ പൂവിനെ നമ്മൾ നൈസിന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിന് കിട്ടിക്കാൻ വെള്ളപ്പൂവുണ്ടാകും. അവനെ നമ്മളിങ്ങനെ പിടിച്ച് നമുക്ക് ഇവിടെ കൂടെ അങ്ങ് വിടാം. ചിലക്കാൻ നമ്മൾ വിട്ടിട്ടുണ്ട് കേട്ടോ അവരോട്. അങ്ങനെ താറാവിനെല്ലാം നമ്മൾ സേഫാക്കി തന്നെ ഇതിൻ്റെ അകത്ത് കയറ്റി നമ്മുടെ ഹൈടെക് കൂട് നൈസിന് നമ്മുടെ അണ്ണാച്ചി സഹായിച്ച് കയറ്റി വെച്ച് നമുക്ക് ഈ കൂട് നന്നാക്കണം. അത് ഞാൻ അടുത്ത വീഡിയോ ഇട്ട് ഞാൻ പാർട്ട് 2 ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. നമ്മുടെ ചാനൽ 4K ലോഡിംഗ് ആണ്, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ കാണാം. ബൈ.